നമ്മളുടെ ബ്രെയിനിൻ്റെ ഇമോഷണൽ സെൻറ്റർ ആയിട്ടുള്ള അമിഗ്ഡാല എന്ന് പറയുന്ന ഭാഗം വളരെ ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ളൊരു ജോലിയാണ് എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ ഇതിന് താളം തെറ്റാറുണ്ട്. പ്രധാനമായിട്ട് ഒരു ട്രാമ ഫേസ് ചെയ്തതിന് ശേഷം പലപ്പോഴും നമ്മളുടെ ഈ അമിഗ്ഡാല എന്ന് പറയുന്ന ഭാഗം വളരെ ഓവർ റെസ്പോൺസീവ് ആവാറുണ്ട്. ടു സ്ട്രോങ് ആയിട്ട് അത് ആക്ട് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ചുറ്റുപാട് എന്തെങ്കിലും ഒരു ഇവൻ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് അല്ലെങ്കിൽ അത് വളരെ ത്രെഡ്ഫുള്ളാണ് എന്ന് മിസ് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. എന്തൊരു കാര്യം സംഭവിക്കുകയാണെങ്കിലും ഇത് അപകടകരമാണ്, ഇവിടെ ദോഷമാണ്, പ്രശ്നമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങളുടെ ഇമോഷണൽ സെൻറ്റർ ഓഫ് യുവർ ബ്രെയിൻ അമിഗ്ഡാല അങ്ങ് ചിന്തിച്ചെടുക്കും. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഓവർ റെസ്പോൺസീവ് ആവും. ചെറിയ കാര്യത്തിനൊക്കെ വലിയ രീതിയിൽ ചൂടാവാനും ദേഷ്യം പുറത്ത് കാണിക്കാനും അല്ലെങ്കിൽ പകച്ചു പോകാനൊക്കെ ആയിട്ട് തുടങ്ങും. നിങ്ങൾക്കൊരാളായിട്ട് ആരോഗ്യപരമായിട്ട് ഇടപഴകണമെങ്കിൽ ഒരു സിറ്റുവേഷനെ യാഥാസ്ഥിതിക ബോധത്തോട് കൂടിയിട്ട് അതിൻ്റെ ലോജിക്കലായിട്ട് ചിന്തിച്ച് പെരുമാറാനായിട്ട് സാധിക്കണം. പക്ഷേ ഇങ്ങനെ അമിഗ്ഡാല ഓവറായിട്ട് ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് നിങ്ങളുടെ ലോജിക്കൽ ബ്രെയിനിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കാത്തത് മൂലം നിങ്ങളുടെ റിലേഷൻഷിപ്പുകളും ചുറ്റുപാടുള്ള ആൾക്കാരായിട്ടുള്ള ഇടപെടലുകളും ഒക്കെ വളരെ കോംപ്രമൈസ് ആവാനായിട്ട് അതിൻ്റെ നിലവാരം വളരെ താഴോട്ട് പോകാനായിട്ട് ഇത് കാരണമാവും. സോ ഇതിന് കാരണം ഒരു ട്രാമയായിരിക്കാം, വളരെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു അബ്യൂസോ അല്ലെങ്കിൽ വലിയൊരു ലോസോ അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെടുത്തിയ ഒരു അവസ്ഥയോ നെഗ്ലക്റ്റോ ഒക്കെ ആയിക്കൊള്ളാം. സോ എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ട്രാമാറ്റിക് സിറ്റുവേഷനെ മാനേജ് ചെയ്യാനായിട്ട് ആ ട്രാമയെ പ്രോസസ് ചെയ്ത് അതിൽ ഹീലിംഗ് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക.